ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. +1 എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒട്ടുമിക്ക കുട്ടികളും ഏറ്റവും ബുദ്ധിമുട്ടായി പറയുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. വരാനിരിക്കുന്ന +1 മെയിൻ എക്സാമിന് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് tan x is equal to -5/12, x lies in the second quadrant, then find the values of other 5 trigonometric ratios. Given tan x is equal to -5/12, other 5 trigonometric ratios എന്ന് പറഞ്ഞാൽ sin x കണ്ടുപിടിക്കണം, cos x കണ്ടുപിടിക്കണം, cosec x കണ്ടുപിടിക്കണം, sec x കണ്ടുപിടിക്കണം, അതുപോലെ cot xും കണ്ടുപിടിക്കണം. സോ ഇത്രയും 5 റേഷ്യോസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ tan x is equal to -5/12. സോ tan തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ റെസിപ്രോക്കൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് cot x നമുക്ക് എഴുതാൻ പറ്റും. cot x is equal to -12/5. ജസ്റ്റ് റെസിപ്രോക്കൽ എഴുതിയാൽ cot x കിട്ടി. ഇനി ബാക്കിയുള്ള 5 വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഗിവൺ ദാറ്റ് എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 4 ക്വാഡ്രൻസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൈൻ പോസിറ്റീവ്, ദെൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസ് പോസിറ്റീവ്. ഇത് പഠിച്ചെടുക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഈ ഒറ്റ സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ സൈന് ഓരോ ക്വാഡ്രൻറ്റിലും എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഹിയർ എ റെപ്രസെൻറ്റ് ഓൾ പോസിറ്റീവ്, ഓൾ റേഷ്യോസ് ആർ പോസിറ്റീവ്. എസ് മീൻസ് സൈൻ പോസിറ്റീവ്. ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൈൻ ഇസ് പോസിറ്റീവ് ആൻഡ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ഇസ് പോസിറ്റീവ്. ഹിയർ കോഫി സി മീൻസ് ഇറ്റ് ഈസ് കോസ് പോസിറ്റീവ്. സോ ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് തന്നെ ASTC ഇത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് റേഷ്യോസിൻ്റെ സൈന് പറയാൻ പറ്റും. സോ ഹിയർ tan x is given and x lies in the second quadrant, അതായത് ഈ ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്, അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവാണ്. മാത്രമല്ല മറ്റുള്ളതെല്ലാം നെഗറ്റീവും ആയിരിക്കും. സോ ഇത് സൈൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് സൈൻ കൊടുക്കാം. കൊസീക്ക് ഓൾസോ പോസിറ്റീവ്, അതർ റേഷ്യോസ് ആർ നെഗറ്റീവ്. സോ കോസ് നെഗറ്റീവ്, സീക്ക് നെഗറ്റീവ്. ഇനി നമുക്കിതിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗിവൺ tan x equal to -5/12. സോ ഒരു ട്രയാങ്കിൾ വരിക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആൻഡ് ഹിയർ 5 and 12 ഇത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമാണ്. സോ ഇവിടെ x ആണെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 5, ഇത് അഡ്ജസൻറ്റ് സൈഡ് 12. So using Pythagoras theorem, if 5 and 12 are base and altitude, then hypotenuse is 13. Root of 12 square plus 5 square ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തേർഡ് സൈഡ് 13 കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 5, 12, 13 എന്നുള്ളത് ഒരു ട്രിപ്ലെറ്റാണ്. അതുകൊണ്ട് തന്നെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് 13 എന്ന് വരും. സോ നമുക്ക് 3 സൈഡും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, അതായത് 5/13 എന്ന് വരും. 5/13. അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് എക്സ് എഴുതാം. ജസ്റ്റ് റെസിപ്രോക്കൽ എഴുതാം 13/5. ഇനി കാണേണ്ടത് കോസ് എക്സ് ആണ്. കോസ് എക്സ് മീൻസ് ഇറ്റ് ഈസ് adjacent side by hypotenuse. Here adjacent side is 12 by hypotenuse is 13. So 12/13, -12/13. കോസ് കിട്ടിക്കഴിഞ്ഞാൽ സീക്ക് എഴുതാം, ജസ്റ്റ് റെസിപ്രോക്കൽ എഴുതാം -13/12. ഈ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഇവിടെ tan x ആണ് തന്നിട്ടുള്ളത്, എന്നിട്ട് മറ്റുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാനായിരുന്നു. അതുപോലെ തന്നെ കോസോ സൈനോ മറ്റേതെങ്കിലും ഒരു റേഷ്യോ തന്നിട്ട് അതർ 5 റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ് പ്രൂവ് ദാറ്റ് cos 4x plus cos 3x plus cos 2x whole divided by sin 4x plus sin 3x plus sin 2x equal to cot 3x. ഇതുപോലെയുള്ള ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിതിൻ്റെ LHS എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. LHS is equal to തന്നിരിക്കുന്ന LHS എഴുതുക, അതായത് cos 4x plus cos 3x plus cos 2x whole divided by sin 4x plus sin 3x
പ്ലസ് സൈൻ 2x. തന്നിരിക്കുന്ന LHS നമ്മൾ എഴുതാം. ഇനി തന്നിരിക്കുന്ന കോഎഫിഷ്യൻസ് എടുക്കുക. ഇവിടെ 4, ഇവിടെ 3, 4 + 3 7, 7/2 എന്ന് പറയുമ്പോൾ 2 നമുക്ക് കിട്ടുന്നില്ല, 3.5 ആണ് വരുന്നത്. ഇനി 4ഉം ലാസ്റ്റ് ടേം 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 + 2 6, 6ൻ്റെ പകുതി 3 എന്ന് വരുന്നുണ്ട്. അതായത് ഈ ടേം 2 4x ഈ രണ്ട് ടേംസും നമ്മൾ ഒരുമിച്ച് എഴുതാൻ നോക്കുക. 4x cos 4x പ്ലസ് cos 2x അത് രണ്ടും ഒരുമിച്ച് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും അങ്ങനെ ആലോചിച്ചാലും മതി. പ്ലസ് cos 3x അങ്ങനെ എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ താഴെയും അതേപോലെ തന്നെ എഴുതാം. sin 4x പ്ലസ് sin 2x ഒരുമിച്ച് എഴുതാം. sin 2x പ്ലസ് sin 3x സെപ്പറേറ്റ് എഴുതാം. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 + 2 എന്ന് പറയുന്നത് 6, 6/2 എന്ന് പറയുന്നത് 3 ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ 4 + 2 6, 6ൻ്റെ ഹാഫ് 3 അതിൻ്റെ നെക്സ്റ്റ് ടേമിലുണ്ട്. സോ നമ്മളിവിടെ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് cos x പ്ലസ് cos y എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. cos x പ്ലസ് cos y ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇസ് 2 cos x പ്ലസ് y ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു cos x മൈനസ് y/2. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഡിനോമിനേറ്ററിൽ sin x പ്ലസ് sin y, sin x പ്ലസ് sin y ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2 ഇൻറ്റു sin x plus y/2 into cos x minus y/2. സോ ആ ഇക്വേഷൻ നമ്മൾ ഡിനോമിനേറ്ററിലും അപ്ലൈ ചെയ്യുക. ഈ രണ്ട് ഫോർമുലയും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ അപ്ലൈ ചെയ്യുക. Therefore LHS is equal to equation 2 cos x plus y/2. So 2 cos x plus y/2 means 4x plus 2x is 6x/2 is 3x into cos of x minus y/2, 4x minus 2x is 2x/2 means x plus cos 3x അങ്ങനെ തന്നെ എഴുതാം. cos 3x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു സൈൻ ഓഫ് x plus y/2 means 6x/2 means it is 3x into cos x minus y/2. So again cos x plus sin 3x. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മളിതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 3x കോമൺ ആണ്. സോ cos 3x ഇൻറ്റു റിമൈനിങ് ടേംസ് 2 cos x വരും പ്ലസ് ലാസ്റ്റ് ടേം 1 വരും. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും കോമൺ ടേം നോക്കുക. സോ sin 3x കോമൺ ആണ്. സോ sin 3x ഇൻറ്റു റിമൈനിങ് ടേം 2 cos x പ്ലസ് ലാസ്റ്റ് ടേം 1. ഇനി നോക്കിക്കഴിഞ്ഞാൽ 2 cos x പ്ലസ് 1 കോമൺ ആണ്. സോ ക്യാൻസൽ ഇറ്റ്. റിമൈനിങ് cos 3x by sin 3x. So that is equal to cos by sin means it is cot. So we can write it as cot 3x. Therefore cot 3x എന്നുള്ളതാണ് നമ്മുടെ RHS. That is equal to RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ് ഷോ ദാറ്റ് tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x. So let's find out the answer. Here we can see the given terms are, this is tan 3x, tan 2x and tan x. And RHS also we can see there is tan 3x, tan 2x and tan x. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ LHS എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഇക്വേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2x പ്ലസ് എക്സ് ഈക്വൽ ടു 3x. 2x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x ആണെന്ന്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ടാൻ എടുക്കുന്നു. അതായത് ടാൻ ഓഫ് 2x പ്ലസ് എക്സ് ഈക്വൽ ടു RHSലും ടാൻ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 3x എന്ന് എഴുതാം. Therefore now we got tan 2x plus x equal to tan 3x. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ tan x plus y എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതായത് tan x plus y is equal to ഇക്വേഷൻ tan x plus tan y whole divided by 1 minus tan x into tan y. സോ ഈ ഇക്വേഷൻ നമ്മളിവിടെ LHSൽ അപ്ലൈ ചെയ്യുക. Therefore tan 2x plus x means first term tan x plus tan y, അതായത് tan 2x plus tan y means it is tan x whole divided by 1 minus tan 2x into tan y means it is tan x. That is equal to RHS സെയിം തന്നെ tan 3x. ഇനി നമ്മൾ ഡിനോമിനേറ്ററിന് RHSലോട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. Therefore we can write tan 2x plus tan x
ഈക്വൽ ടു ടാൻ 3x ഇൻറ്റു ഡിനോമിനേറ്ററിലെ ടേം എഴുതാം ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ x. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 3x ഇൻറ്റു 1 മീൻസ് ഇറ്റ് ഈസ് ടാൻ 3x മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x. ഇനി ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് ഇതാണ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x ആണ്. അതാണ് നമ്മുടെ LHS. സോ അതിന് നമ്മൾ LHSലോട്ടെടുത്ത് മറ്റുള്ള ടേംസിനെ നമ്മൾ RHSലോട്ടെടുക്കുക. ദെർഫോർ ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x ഇസ് ഈക്വൽ ടു RHSലുള്ള ടേം ടാൻ 3x മൈനസ് ഈ ടേമിനെ അങ്ങോട്ടേക്ക് എടുക്കുക RHSലോട്ട്. ടാൻ 2xനെയും ടാൻ xനെയും മൈനസ് ടാൻ 2x മൈനസ് ടാൻ x. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x ഈക്വൽ ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ x. സോ ഹെൻസ് പ്രൂവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കൺവേർഷൻ ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ടു പൈ ബൈ 3 ഇൻറ്റു ഡിഗ്രി മെഷർ. സോ തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ റേഡിയൻ മെഷറിന് ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. അത് പഠിച്ചെടുത്താൽ ഈസി ആയിട്ട് ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. സോ ഗിവൺ 2 പൈ ബൈ 3. സോ 2 പൈ ബൈ 3ന് ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അതിനെ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇൻറ്റു 180 ബൈ പൈ. ഇതുപോലെ തന്നെ ഏതൊരു റേഡിയൻ മെഷറിനെയും ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുക. സോ പൈ പൈ ക്യാൻസൽഡ് ആൻഡ് 3 and 180 ഇറ്റ് ഈസ് 60 ടൈംസ്. സോ 2 into 60 means it is 120. So 120 degree is the degree measure corresponding to 2 pi by 3. Next question, which of the following is equal to 520 degree? So ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് ഡിഗ്രി മെഷറാണ്. ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് റേഡിയൻ ടു ഡിഗ്രി മെഷറാണ്. സോ 180 ബൈ പൈ കൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനെ നമ്മൾ പൈ ബൈ 180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പൈ ബൈ 180 കൊണ്ട്, ഇവിടെ പൈ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലായിരിക്കും. ഡിഗ്രി മെഷറിലാണെങ്കിൽ പൈ ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. സോ നമ്മൾ ഡിനോമിനേറ്ററിലായിരിക്കും എഴുതുക. സോ തന്ന മെഷർ 520 ആണ്. 520 മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. Cancel 0 0. 52 means it is 26 times 18, 9 times. So 26 pi by 9. So option A 26 pi by 9 എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ.